എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് എനർജീസ് ആണ്. നമ്മുടെ ജീവിതം തന്നെ നോക്കിയാൽ മതി. നമ്മളൊരു വിവാഹം വരുമ്പോൾ പുത്തൻ വസ്ത്രം ധരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നല്ലത് വരുത്താൻ വേണ്ടി നമ്മൾ പുത്തൻ വീട് വെക്കുന്നു, പുത്തൻ കാറ് വാങ്ങുന്നു. അങ്ങനെ സയൻസ് പറയുന്നുണ്ട് എല്ലാം ഒരു എനർജിയാണെന്നുള്ളത്. എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈലോട്ട് എല്ലാം ഒരു എനർജിയാണ്. എനർജി നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു അതേപോലെ നമ്മുടെ ജീവിതത്തിന്റെ നിലവാരം നല്ലതായിരിക്കും. നമുക്കറിയാം, ഇപ്പൊ ഒരു മുഷിഞ്ഞ വസ്ത്രം നമ്മൾ കുറച്ചു ദിവസം ഇട്ടുകൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്കറിയാം ആ നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ. എത്ര നല്ല സാഹചര്യങ്ങളാണെങ്കിൽ പോലും ആ സാഹചര്യങ്ങളിൽ നമ്മൾ അസ്വസ്ഥരാവുന്ന നമുക്കറിയാം. അപ്പൊ എനർജി നമ്മളിൽ ഇങ്ങനെയാണ് സ്വാധീനിക്കുന്നത്. ആത്മീയതയിലും ഇങ്ങനെയാണ്. ഉയർന്ന ഊർജമാണ് നമ്മുടെ ജീവന്റെ പരിവർത്തനത്തിനുള്ള സാധ്യതയായി തീരുന്നത്. എൻ്റെ അടുക്ക പലരും അവരുടെ പ്രശ്നങ്ങളിൽ എടുത്തു പറയാറുള്ളത് ഇതാണ്. അവരുടെ വീട്ടിലേക്ക് അവരെത്തുമ്പം അവരുടെ ശരീരത്തിന് വേദന, ശരീരപരമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെടുന്നു. വീടിന്റെ വാസ്തു ശരിയാണോ, എനിക്ക് എന്തെന്നില്ലാതെ ഒരു നെഗറ്റീവ് എനർജി, വീട്ടിൽ ഇനി ബാധ പ്രശ്നങ്ങളുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട്. നോക്കൂ, നമ്മുടെ വീട്ടിൽ തന്നെ ആണെങ്കിലും നമുക്ക് അറിയുന്നില്ലല്ലോ എത്രയോ ആൾക്കാരുടെ മരണങ്ങൾ നടന്നിട്ടുള്ള ഏരിയയാവും. ചിലപ്പോൾ സർപ്പക്കാവുകൾ വെട്ടി വീട് വെച്ചതാവും. കേരളം ആവുമ്പം എന്തായാലും സർപ്പക്കാവുകളില്ലാത്ത നായന്മാരുടെയൊക്കെ തറവാടുകൾ ഇല്ല. പിന്നെ പലർക്കും കാവുകൾ ഉണ്ടായിരുന്നു. അതൊന്നും നമ്മൾ അറിയുന്നില്ല. ചിലവർക്ക് ബലി കൊടുക്കുന്ന ദേവിയുടെ ഇതുണ്ടായിരിക്കാം, ഇതൊന്നും അറിയുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ളടത്ത് എന്തായാലും എനർജി എപ്പോഴും വേറൊരു തലത്തിലായിരിക്കും സ്പന്ദിക്കുന്നത്. എനർജി എങ്ങനെ സ്പന്ദിക്കുന്നു, ഇത് നമ്മളിപ്പം ധ്യാനമൊക്കെ ചെയ്ത് കുണ്ടലിനി ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആറാം ഇന്ദ്രിയം ആക്ടിവേറ്റ് ആവും. നമുക്ക് എനർജിയുടെ സ്പന്ദനം ഓരോരുത്തരും റിസീവ് ചെയ്യുന്നത് അറിയാൻ കഴിയും, എങ്ങനെയാണ് അത് സ്പന്ദിക്കുന്നതെന്ന്. പക്ഷെ ചില കാര്യങ്ങൾ, ചില എനർജിയുടെ ഐറ്റംസിന് ഇപ്പൊ രുദ്രാക്ഷം, ചന്ദനം, അതേപോലെ രക്തചം, ഇതിനൊക്കെ എനർജി അറിയാൻ കഴിയുന്ന അതിനുള്ള കഴിവുണ്ട്. അതിന് സെൻസ് ചെയ്യാൻ കഴിയും. നോക്കൂ, ഇതൊരു സർപ്പകവചമാണ്. നമ്മള് എനർജി കൊണ്ടുള്ളതെല്ലാം തന്നെ ഒരു ജോമെട്രിയിൽ എത്രത്തോളം ത്രികോണങ്ങൾ സംഗമിച്ച് എത്രത്തോളം എനർജി നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്നു സൂക്ഷ്മത്തില്, അത്രത്തോളം അത് നമ്മളിലും സ്വാധീനിക്കും. ഇപ്പം ഇതില് നിങ്ങൾ നോക്കിയത് രക്തചന്ദനത്തിന്റെ ഇത് വെച്ചിട്ട് ഈ സർപ്പയന്ത്രത്തിലേക്കും എനർജി നമുക്ക് അറിയാൻ പറ്റും. ഇത് കണ്ടത് എൻ്റെ കൈ അനങ്ങുന്ന പോലുമില്ല, പക്ഷെ ഇത് സ്പന്ദിക്കുന്നുണ്ടോ, കിടന്ന് വിറയ്ക്കുവാണ് കണ്ടോ. കാരണം കയ്യിലോട്ടൊന്നും അടിച്ചു തന്നിട്ട് ഇത് ഇതിലോട്ട് നോക്കി കണ്ടോ, ഇത് മുട്ടുന്നില്ല. ഒരു മാഗ്നറ്റിക് ഫോഴ്സ് കണ്ടോ, ഒരു മാഗ്നറ്റിക് ഫോഴ്സിൽ കറങ്ങുകയാണിത്. എൻ്റെ കൈയാണെങ്കിൽ അനങ്ങുന്നുമില്ല, സ്പന്ദിക്കുന്നുണ്ടോ. ഇനി ഇത് തന്നെ ഇപ്പൊ അടുത്തിരിക്കുമ്പോൾ തന്നെ എനിക്കറിയാൻ പറ്റുന്നുണ്ട് എനർജി എന്തുമാത്രമാണ് സ്വാധീനിക്കുന്നത് എന്നുള്ളത്. ഇത് വേണമെങ്കിൽ ഇനി വേറൊരിടത്ത് വെച്ച് നമുക്ക് നോക്കാം. ഒരു പൂവാണ് ഇത്. ഇവിടെ കണ്ട എനർജി ഒരു ന്യൂട്രലാണ് കേട്ടോ, സ്പന്ദിക്കാതെ നടന്നുണ്ടോ. ഇതെങ്ങോട്ടാ നടക്കുന്നത് നോക്കി കണ്ടോ, കാണിച്ചേ. ഇതെങ്ങോട്ടാ നടക്കുന്നത്, ഇടത്തോട്ട് അല്ലേ. അവിടെ എങ്ങോട്ടാ ഇറങ്ങിയത്, വലത്തോട്ട്. മുമ്പ് സർപ്പത്തിന്റെ അങ്ങോട്ട് വെച്ചപ്പോ എന്റെ കൈ കണ്ടോ, ഒരു തുള്ളി പോലും ഞാൻ അനക്കുന്നില്ലത്. അത് വലത്തോട്ടും ഇത് ഇടത്തോട്ടുമാണ് സ്പന്ദിക്കുന്നത്. ഇത് തന്നെയുള്ള ജീവിതത്തിലും. നമ്മുടെ ജീവിതത്തില് എന്തൊന്ന് വലത്തേക്ക്, ഈ സൗരത്തിന്റെ ഊർജം, നമ്മുടെ ഊർജം എപ്പോഴും വലത്തെ രീതിയിൽ സ്വാധീനിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നന്മയുണ്ടാവും. ഇത് ഇടത്തെ രീതിയിൽ കറങ്ങുകയാണെങ്കിൽ ജീവിതത്തിൽ ഏത് മോശപ്പെട്ട സാഹചര്യം ഉണ്ടാവും. നമ്മളിപ്പോൾ ഇടത്തോട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ധ്യാനത്തിനോ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾക്കൊന്നും പറ്റുന്നതല്ല. അതെപ്പോഴും നമുക്ക് നാശം ഉണ്ടാക്കത്തേ ഉള്ളൂ. നമ്മുടെ ജീവൻ തന്നെ ഒരു ഗ്രഹത്തെ സ്വാധീനിച്ചാണ് നിൽക്കുന്നത്. പല ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഈ ഭൂമിയിൽ ഒരു ഹയർ എനർജി സൃഷ്ടിക്കാൻ സർപ്പങ്ങളെ കൊണ്ട് സാധിക്കും. ഇത് ഇന്ന് ശിവരാത്രിക്ക് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് സർപ്പകവചം നൽകുന്നുണ്ട്.
ഇത് ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ വളരെ വലുതായിരിക്കും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇതിപ്പോ സർപ്പങ്ങളെ വീട്ടിൽ വെച്ച ദോഷം ഉണ്ടാവും, അത് ദോഷം ഇല്ല. ഇതൊരു സിദ്ധഗുരു നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫറാണ്. ഇതിലൊന്നും തന്നെ നിങ്ങൾ വിളക്ക് വെക്കുകയോ പൂജിക്കുകയോ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങളുടെ ഈ ഭൂമി എങ്ങനെയാണോ അത് സംരക്ഷിച്ച് നിർത്തുന്നത്, എന്നാൽ നമ്മൾ അതുമായിട്ട് ഒട്ടും ബന്ധപ്പെടാത്തത് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്കതെന്നും നല്ലതായി തീരും. നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ ഊർജം, ധ്യാനത്തിനാണെങ്കിലും ഉയർന്ന ഊർജമുള്ളിടത്ത് നമുക്ക് പരിവർത്തനം വളരെ പെട്ടെന്ന് നടക്കും. എല്ലാം പറഞ്ഞത് ധ്യാനം നന്നായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തും നേടാനുള്ള ഒരു ശക്തി കിട്ടും, ആത്മവിശ്വാസം കിട്ടും. ജീവിതത്തിൽ തളർച്ചയും വിഷമം ഉണ്ടാകുമ്പോൾ എല്ലാവരും ലോട്ടറിയെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇതേപോലുള്ള എനർജികളെ സ്വാധീനിക്കും. നിങ്ങൾക്ക് ഉള്ളിൽ തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു നിരാശ ഉണ്ടാവില്ല. ഒരു ലഹരിയുടെയും ഉപയോഗമില്ലെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ എനർജി കണ്ടില്ലേ, എനർജി സ്പന്ദിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല. എന്നാൽ സ്വീകരിക്കാനാണ് ഇങ്ങനെയുള്ള താന്ത്രികപരമായുള്ള വശങ്ങൾ. നമ്മുടെ ഈ ഭാരതീയ സംസ്കാരം തന്നെ താന്ത്രികത്തിൽ ഊങ്ങിയതാണ്. കുലദേവതയാവട്ടെ, നമ്മുടെ ദേശദേവത, ഇതെല്ലാം താന്ത്രികമാണ്. ഇതേപോലെ നമ്മൾ അതുമായിട്ടൊക്കെ വിട്ടുമാറി ഒത്തിരി. നമുക്ക് കുലദേവത ഇല്ലാത്തവർക്കും നമ്മുടെ പൂർവികരുമായുള്ള എന്തെങ്കിലും കർമ്മമുള്ളവർക്കും ഒക്കെ ഇത് ഉപകാരപ്രദമാകും. ഇത് നമ്മളെ സ്വാധീനിക്കും. നമ്മുടെ എനർജി ഇടനാടിയും പിങ്കളനാടിയും സ്വാധീനിക്കാൻ കഴിയുന്ന സർപ്പകവചം നമ്മുടെ ഓറയായിട്ട് ഇത് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നോക്കിക്കോളും. പിന്നെ നമസ്കാരം.